ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഈയിടെ ആയിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പം ബേക്ക് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ ചെറിയ നീരൊക്കെ ഒരു സൂചി വെച്ച് അങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നതാണ്. ഇതിന് ശേഷം നമ്മളിനി കൊച്ചിന് 6 മാസം 7 മാസം 8 മാസം ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ 7 മാസം 2 മാസത്തെ ഫോട്ടോഷൂട്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ട് ഫോട്ടോഷൂട്ടും കൂടെ ഒരു ദിവസം എടുക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനത്തെ കുറച്ച് പർച്ചേസിങ് എല്ലാം വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം പോയി നമുക്ക് ഹോസ്പിറ്റലിൽ അത് കയറിയിട്ട് വരാം. ചെറിയൊരു ഇറത്താണ് കേട്ടോ. ഇവിടുത്തെ ഇറത്തുള്ള സംഭവമാണ്. അതിൻ്റെ കുറച്ച് സ്റ്റൂൾസുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കുറേ ഞെട്ടൊക്കെ ഒളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടുത്തെ ഡോക്ടറിനെ കൊണ്ട് നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അവിടുത്തെ ഇറങ്ങിയിട്ട് പുള്ളി നല്ല കമ്പനിയാണ്. വലിയ പരിചയപ്പെടുത്താൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഇനി ഒരിക്കൽ കൂടെ അവിടെ പുറം പോകാൻ നേരത്ത് അവിടെ വരെ പോകാൻ നേരത്ത് ബ്ലോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒന്ന് പരിചയപ്പെടുത്താൻ കണ്ടോ. അപ്പം ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗായത്രി കൊണ്ട് നമ്മളൊരു ബീഫ് മന്തി കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ കടയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഇവിടെ നമ്മൾ ബീഫ് മന്തി കഴിച്ചായിരുന്നു. ഒട്ടുപോലെ ടേസ്റ്റ് ആയിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൊണ്ട് ബീഫ് മന്തി കഴിക്കാനായിട്ട് വന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് കൂടെ വന്നത്. ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ കേട്ടില്ല, എൻ്റെ കൂടെ വന്നു. അപ്പോൾ ആ ബീഫ് മന്തി കഴിക്കാൻ വേണ്ടി എൻ്റെ പൈസ എടുക്കാനാണ്. ചുമ്മാ ഞാൻ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചുമ്മാ കേട്ടോ. ഓക്കെ അപ്പം സാധനം വന്നിട്ട് ബീഫ് മന്തി കാണിച്ച് നിങ്ങളൊന്ന് കൊടുപ്പിക്കാം. നമ്മളെ ബീഫ് മന്തി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. എൻ്റെ മോനെ സീൻ മന്തിയാണ്. ചൂട് കറക്കണ്ട ഇതിനകത്തുനിന്ന് ബീഫ്. പൊളിയാണ് സംഭവം. കൊതിയാകൂല്ല ഇത് കണ്ട ആരായാലും. ഇതാണ്ട ബീഫും മന്തിയും കൂടെ എടുത്തിട്ടുണ്ടല്ലോ. അത്രയും ഇതാ ബീഫ് മന്തി ഇപ്പം എടുക്കാനുണ്ടാ. ബീഫ് എന്ന് വെച്ചാൽ ഒരുപാട് ബീഫുണ്ട്. നമുക്ക് ഭയങ്കര ജ്യൂസി ആയിട്ടാണ് ഇരിക്കണം. എന്നുവെച്ചാൽ ഒട്ടും കട്ടിയില്ല, ഭയങ്കര സോഫ്റ്റാണ് മന്തി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം ബീഫ് മന്തി നൈസാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇതാ കുറച്ച് ബീഫിൻ്റെ പീസും കുറച്ച് റൈസും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് പാഴ്സലാക്കി കൊണ്ടുപോവുകയാണ്. നൈറ്റ് കഴിക്കാം അല്ലേടി. നൈറ്റും ബീഫ് മന്തിയാണ്. അപ്പം ചൂടായി കഴിക്കാം. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് വന്നതാണ് കേട്ടോ. നമ്മൾ എന്ത് വെച്ച് കൊച്ചിനെ 6 മാസം 7 മാസമൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള സംഭവത്തിലുള്ള തിരച്ചിലാണ്. ഇവിടെ കുറച്ച് കിറ്റ്കാറ്റ് എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് എടുത്തിട്ട് നമ്മൾക്ക് അത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം തേടി കണ്ടുപിടിക്കട്ടെ നമ്മളത് ഫുള്ള്. അപ്പോൾ കുറച്ച് വെള്ളം കുപ്പിയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ എടുത്ത് വെച്ചാലാ ടൊമാറ്റോ സോസും എന്താണ് അത് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ക്യാമറ ഓണിൽ മാത്രമല്ലേ. ഇവിടെ കുറച്ച് മുട്ടായിസ് ഇരിപ്പുണ്ട്. കുറേ ഐറ്റംസ് കിറ്റ്കാറ്റ്. ഈ പറഞ്ഞ കിറ്റ്കാറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് തന്നെ എടുക്കാമല്ലേ. കളർഫുള്ളായിട്ടുള്ള കിറ്റ്കാറ്റ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യട്ടെ കേട്ടോ എല്ലാം ഒന്ന്. അപ്പോൾ നമ്മളിതാ കിറ്റ്കാറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. താഴെ 7 എഴുതി നോക്കി കറക്റ്റ് അളവിലുള്ള കിറ്റ്കാറ്റാണ് എടുക്കേണ്ടത്. 12 കിറ്റ്കാറ്റാണ് എടുത്തിട്ടുള്ളത്. 10ൻ്റെ 12 കിറ്റ്കാറ്റ്. ഓക്കെ അപ്പം എടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ എന്താണ് 6 മാസത്തിൻ്റെ നമ്മൾ എടുത്തേക്കുന്നത് ഫ്രൂട്ടിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു മഞ്ഞ ഷെയ്ഡുള്ള ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് എത്ര ഇത് മതിയാവും നോക്കട്ടെ. 6 എഴുതി നോക്കട്ടെ. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് മാത്രമേ എടുത്തോളൂ കേട്ടോ. അപ്പം 6 മാസത്തെ നമ്മൾ ഫ്രൂട്ടിയാണ് നോക്കിയത്. പക്ഷേ ഫ്രൂട്ടി കറക്റ്റ് അളവിന് 6 എഴുതി വരത്തില്ല. ഷർട്ട് പൊട്ടിച്ചാണ്ടി വീഡിയോ എടുക്കുക. നീ അത് എങ്ങനെയായാലും പൊട്ടിയാൽ മതി. ആ പൊട്ടില്ല. നിന്റെ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് കുടിച്ച് തീർക്കുക. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചുവിനെ ഇവിടെ റെഡിയാക്കി സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ട്. അച്ഛേ 6 എഴുതാൻ വേണ്ടിയാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക.
അപ്പം ഇത് വെച്ചാണ് 6 എന്ന് എഴുതുന്നത്. ഇവിടെ കിക്കാറ്റ് വെച്ച് നമ്മൾ 7 എന്ന് എഴുതാനാണ് വിചാരിക്കുന്നത്. ഇനി തറയിൽ 6 എന്ന് എഴുതിയിട്ട് അച്ഛനും ഇവിടെ കിടത്തിയാണ് എടുക്കുന്നത്. കണ്ണനാണ് ആദ്യം 6 വെച്ച് നോക്കുകയാണ്, ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴേ തള്ളി ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആപ്പിളേ ഉള്ളാണ്. നീ എടുത്ത് വെച്ചേന്ന്. ഇപ്പോൾ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം 2-3 ഫോട്ടോകൾ എങ്ങനെയൊക്കെ കിട്ടിയേട്ടോ. അവളൊന്നും നല്ലപോലെ കിടന്നിരുന്നില്ല. ഇപ്പം അനങ്ങാതെ കിടന്നിരുന്നു. ശരി, ഒന്നുകൂടി പറയാം. കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് കേട്ടോ. എങ്ങനെയൊക്കെ എടുത്ത് അവൾ ചിരിക്കുന്നതേ ഇല്ല, അല്ലെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ. അച്ഛേ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പെടാപ്പാടിലാണ്. പെടാപ്പാട് എന്തിരടി പറയുന്നത് എന്തിനാണ്. ഇനി നമ്മൾ ഇത് പാക്കപ്പ് ചെയ്തിട്ട് അടുത്ത 7 എന്ന് എഴുതാൻ പോയാണ്. പക്ഷെ അടുത്ത നമ്മൾ ഇത് ഇനി പാക്കപ്പ് ചെയ്തിട്ട് ഇനി ഇത് മാറ്റിയിട്ട് നമ്മളടുത്ത 7-ാം മാസത്തിൽ കിക്കായിട്ട് വെച്ചുള്ളത് എഴുതാൻ പോയാണ്. അപ്പം ഓക്കെ, ഡണ്ണാണോ? അടുത്ത ചേട്ടി നമുക്ക് അടുത്ത എടുക്കാം. അടുത്ത 7-ാം മാസത്തിലെ ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇതെന്തിന് 7 എന്തോ ഇതെന്തിനാ മദ്യത്തെന്തര് ഈ വെക്കണം തോന്നുന്നു. ഇതെന്തേലും ഇവിടെ വേണ്ട, വര വേണ്ട, അല്ലാതെ 7-നുള്ള മൽപ്പിടുത്തമായിട്ട് 7 അങ്ങനെയല്ലേ പറയുന്നത്? അതെ, 7 വെക്കേണ്ട മൽപ്പിടുത്തമാണ് ഇവിടെ നടക്കുന്നത്. 7 വെച്ചിട്ട് കാണാം. 7 ഇങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ വെച്ചാറ ഒരു തരത്തിലും ശരിയാവുന്നില്ല. ഇങ്ങനെ വെച്ചപ്പോൾ ഏകദേശം ഒരു 7 കണക്കൊക്കെ ആയില്ലേ? 7 പറയാം അല്ലേ? 7. അച്ചു അടുത്ത കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിക്കാണ്. അച്ചോ ഇങ്ങോട്ട് നോക്കിയേ, ഫോട്ടോ എടുക്കാം. അച്ഛേ അച്ഛനും ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സമ്മതിച്ചു. ഒരുവിധം 2-3 ഫോട്ടോ എങ്ങനെയൊക്കെ എടുത്തിട്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മളെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന കേട്ടാ. അതൊന്നും വേണ്ട, അങ്ങനെ പറയുന്നില്ല. വേറെ വല്ലതും പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ഒരുവിധം എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചേക്കണം കേട്ടോ. എൻ്റെ ഉടുപ്പൊക്കെ ശരിയാണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടാടാ വിഷ്ണു? ഇത് കണ്ണാ. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. അപ്പം നാളെ ഫോട്ടോ ഒക്കെ ഇനി നമ്മൾ അതൊന്നും വേണ്ട, ഒന്നുകൂടി പറയാം. ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. ഊപ്പാട് വന്നു. 2 ഫോട്ടോയാണ് ആകെ എടുത്തത്. പക്ഷേ തള ഊപ്പാട് വന്നിട്ടുണ്ട്. അവളൊക്കെ വിയർത്ത് നേരെ സ്കൂളിൽ നിന്ന് വിട്ട് ഞാൻ നേരെ വിളിച്ച് വരുത്തിയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ. ഉണ്ണിച്ചേട്ടൻ നേരെ കടയിൽ പോയുണ്ട്. എല്ലാവരും സഹായിക്കാൻ വന്നതാണ്. ഒരുത്ത് മാത്രമായിരുന്നു ഫോണിൽ കളിക്കുന്നത് സഹായിക്കാതെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.